ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഒരു പാർട്ടി മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കുറേ കാലമായി, കാരണം മുഖത്ത് കുറേ പിമ്പിൾസ് ഉണ്ട്. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു ഫൗണ്ടേഷൻ ഇടാമെന്ന്. ഫൗണ്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പാർട്ടി മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മോയ്സ്ചറൈസർ വെച്ച് തുടങ്ങാം. ഞാൻ ഉപയോഗിക്കുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. അപ്പം ഫസ്റ്റ് ഇതിടാം. തീരാനായി. എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്, എക്സ്ട്രീം ഓയിലി സ്കിന്നാണ്. അപ്പം ഫൗണ്ടേഷൻ ഇട്ടാൽ എന്തായാലും ഇങ്ങനെ വേഗം തന്നെ ഞാൻ വേർത്തിട്ട് മുഖത്തുനിന്ന് പൊടിച്ച് പോവും. പക്ഷേ ഞാൻ വെറുതെ ഇടാണ് ഇതൊക്കെ. ഇപ്പോഴെങ്കിലൊക്കെ ഫൗണ്ടേഷൻ ഇടാൻ തോന്നും, കാരണം കുറേ കാലമായി ഫൗണ്ടേഷൻ ഇട്ടിട്ട്. അപ്പം ഇന്ന് ഇടാനൊരു ഇൻട്രസ്റ്റ് തോന്നി, അങ്ങനെ ഇടാൻ കേട്ടോ. ഇനി നമുക്ക് ഇതിടാം. ഇതൊരു ഹൈലൈറ്റിംഗ് പ്രൈമറാണ്. ഇതാണ് ഇത്രയും ഒരു എമൗണ്ടിൽ. ഇത് സ്വിസ് ബ്യൂട്ടിൻ്റെ ഹൈലൈറ്റർ പ്രൈമറാണ് കേട്ടോ. ഇത് നല്ല രസമാണ് മുഖത്തിട്ടാൽ. നമ്മൾ നൈറ്റിലുള്ള ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ നമ്മളെ മുഖം നന്നായിട്ട് തിളങ്ങും കേട്ടോ ഇത് ലൈറ്റിൽ. അല്ലാണ്ടായാലും ഭയങ്കര ഗ്ലോ ആയിട്ട് കിടക്കും, ഡേ ടൈമിലുള്ള പരിപാടിക്ക് പോവുകയാണെങ്കിലും. അടുത്തത് ഞാനിടാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ കേട്ടോ, ഈ ഒരു എമൗണ്ടിൽ ഫൗണ്ടേഷൻ ഇടുന്നുള്ളൂ. പിന്നെ കൺസീലർ എടുക്കുന്നുണ്ട്, കൺസീലറും കൂടി ഉണ്ട്. അടുത്തത് ഈ ഒരു എന്തെങ്കിലും പേര് പറയാം, കൺസീലർ മേബിലിൻ്റെ തീർന്നു. ഇതിന് മുകളിലൊരു അപ്ലിക്കേറ്റർ ഉണ്ടാവും കേട്ടോ, പക്ഷെ അതിൻ്റെ മിസ്സാകില്ല കുട്ടിക്ക്. നമുക്ക് ഡാർക്ക് സ്പോട്ട് ഉള്ളിടത്തൊക്കെ ഇതിൻ്റെ പിന്നെ വരുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ലിപ് ബാം ഇടാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ലിപ് ബാം ഈ ടൈമിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ലാസ്റ്റിലേക്ക് നമുക്ക് തടിച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇടും. ഇനി നമുക്കൊന്ന് കണ്ണിൻ്റെ അടിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. എൻവൈബൻ്റെ ലൂസ് പൗഡർ, ബനാന പൗഡർ എന്നൊക്കെയാണ് ഇതിന് പറയാൻ തോന്നുന്നത്. അത് കുറച്ചിട്ട് കൊടുക്കാം. ഇനി കണ്ണിൻ്റെ മുകളിൽ കുറച്ച് ഐ ഷാഡോ ഇടാം. ലാക്മിൻ്റെ ഐ ഷാഡോ പാലറ്റാണ്. ഇതിൽ ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ ഇടുന്നത്. അത് ജസ്റ്റ് കൈ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇന്നർ കോർണേഴ്സ് അങ്ങനെയല്ല ഇവിടെ പറയാം, അവിടെയാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ട് കണ്ണിൻ്റെ ഇട്ട് കൊടുക്കാം. പിങ്കിഷ് ടോണാക്കി കൊടുക്കുക ഈ ഭാഗത്തേക്ക്. എൻ്റെ ഡ്രസ്സ് പിങ്കാണ്, അപ്പോൾ കണ്ണിന് മുകളിൽ കുറച്ച് പിങ്കാക്കി കൊടുക്കാം. ഞാൻ മാക്കിൻ്റെ ഇത് ബ്ലഷാണ്, പക്ഷേ ഞാൻ കണ്ണിൻ്റെ മുകളിൽ വെള്ളം കൂടി ഇട്ട് കൊടുക്കാം വിചാരിച്ചു. ചെറുമതി. ഇപ്പോൾ ഇതന്നെ ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഇനി ബ്ലഷ് ഈ ഒരു ബ്ലഷ് ഇത് വളരെ കുറച്ച് എമൗണ്ട് എടുത്താൽ മതി. ഇത് ഇട്ട് ഉടനെ തന്നെ ബ്ലെൻഡും ചെയ്യണം. അപ്പോൾ ഞാൻ ബ്രഷിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ആക്കി കൊടുത്തിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കലാണ്.
ബ്ലഷ് ഇട്ടു. അതിന് മുകളിൽ കുറച്ച് സെറ്റാകാൻ വേണ്ടിയിട്ട് മറ്റേ മാക്കിൻ്റെ ബ്ലഷും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, വേർക്കുമ്പോൾ ഇത് പകുതിയോളം പോകും. അപ്പോൾ ഒന്ന് സെറ്റായി പോകും. പോകുമ്പോഴത്തേക്ക് എക്സസ് ആയിട്ടുള്ളത് നമുക്ക് ഒപ്പിയിരിക്കും. ബാക്കി ഇറങ്ങാട്ടോ. അപ്പോൾ ഇനി നമുക്ക് ലിപ്സ്റ്റിക്കിലേക്ക് പോകാം. ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടു. കുഴപ്പമില്ല. എന്നാലും നമുക്ക് മറ്റേതൊന്ന് കുറച്ച് മിക്സ് ചെയ്തിട്ട് നോക്കാം. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം. ഇനി നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് മാച്ചാകുന്നുണ്ടോ നോക്കിയിട്ട് ലാസ്റ്റ് ഞാൻ പിരിയാൻ കൂടി മാറി നിൽക്കുന്നുണ്ട്. പിരിക ഞാൻ വരയ്ക്കാറില്ല. ഇനി നമുക്ക് മറ്റേ ഐഷാഡോ പാലറ്റ് ഹൈലൈറ്റർ എടുത്തിട്ടൊന്ന് ഹൈലൈറ്റും കൂടി ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം മറന്നു, ഞങ്ങൾ ഇതിട്ടിട്ടില്ല, ഐലൈനർ ഇട്ടിട്ടില്ല. അതിന് മുന്നേ ഞാൻ ഈ സെയിം പാലറ്റിൽ ഈ ഐഷാഡോ എടുത്തിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊടുത്തു. ഇനി ഐലൈനർ വരച്ചിട്ട് വരാം. അപ്പോൾ ഇതാണ് മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഐലൈനറും കൂടി ഇട്ടു, പിന്നെ മസ്കാര ഇട്ടു. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. പിന്നെ ഞാൻ ജ്വല്ലറി ആയിട്ട് ഗോൾഡാണ് ഇടുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും.